ലൈഫിൽ ഇത്രയും ദേഷ്യവും സങ്കടം വന്നിട്ടുള്ള വേറൊരു സിറ്റുവേഷനും ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടായിരിക്കും, അത് വെർത്താണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കും. അങ്ങനെ 2023 ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അപ്പം ഞാൻ 2024 ആ പ്രോഡക്റ്റുകളൊക്കെ റീപർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബോക്സ് ഫുൾ പ്രോഡക്റ്റുകളാണ് കേട്ടോ. ഇത് ഒരു സൈറ്റിൽ നിന്ന് മാത്രമായിട്ട് വാങ്ങിച്ചതല്ല, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, നൈക്കയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ സൈറ്റിൽ നിന്നായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാനിത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ തംബ്നെയിൽ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് ആ ക്ലിപ്സ് ഫുൾ ഡിലീറ്റ് ആയി പോയിട്ടോ. എനിക്ക് ആദ്യമായിട്ടാണ് ലൈഫിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട ഒരു വീഡിയോ എടുത്ത് അത് ഫുൾ എഡിറ്റ് ചെയ്ത് അതിൻ്റെ തംബ്നെയിലും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് അത് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയി പോവാന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ, എനിക്ക് അത്രയും ദേഷ്യം സങ്കടവും ഒക്കെപ്പാടെ വന്ന് ഞാൻ പിന്നെ ആ ഒരു വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാപ്പം നമ്മളുടെ കയ്യിൽ നിന്ന് അത് പോയി, ഞാനത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടും എന്നെ കൊണ്ട് പറ്റിയില്ല കേട്ടോ. ഇതുവരെ എനിക്ക് ഒരു വീഡിയോസും റീഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അത് ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ റീഷൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയത് പോയി. ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ഇപ്പോൾ റീപർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു കൺസീലർ. ഇത് മേബിലിൻ ന്യൂയോർക്കിൻ്റെ ഇൻസ്റ്റന്റ് ഏജ് റിവീൽഡ് കൺസീലർ ആണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ ബോട്ടിലാണ്. ഒരു ബോട്ടിൽ എൻ്റെ എവിടെയോ കളഞ്ഞു പോയി. ബാക്കി 2 ബോട്ടിൽ ഇത് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ, ഫുൾ കാലിയായതാണ്. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ ബോട്ടിലാണ്. അപ്പം ഞാൻ 4 ബോട്ടിൽ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാലോ, അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഞാൻ അധികം ഫൗണ്ടേഷൻ യൂസ് ചെയ്യില്ല കേട്ടോ. എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഉണ്ട്, ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോവുകയാണെങ്കിലും ഇതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടാണ് പോവുക. നമ്മളുടെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ, ഡാർക്ക് സർക്കിൾ ഇതൊക്കെ ഒന്ന് കവർ ചെയ്താൽ തന്നെ നമ്മളുടെ ഫേസ് നല്ല ഈവൻ ടോൺ ആയിട്ടിരിക്കും. നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുള്ള ആ ഒരു ലുക്ക് കിട്ടും. നമ്മൾ കൂടുതൽ പുട്ടിയിട്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ഫീലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അധികം കൺസീലർ വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാണ് ചെയ്യാറ്. നമ്മൾ കൺസീലറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഇവിടെയൊക്കെ കേക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ കൺസീലറൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് കാണിക്കുന്ന പോലെ ഇരിക്കും. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗും ആണ് കേട്ടോ. നമുക്കിപ്പോൾ ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇത് 144 കാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എൻ്റെ സ്കിന്നിൻ്റെ എക്സാക്റ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മീഡിയം സ്കിൻ ടോൺ ആണ്, അതുപോലെ തന്നെ ഒരു യെല്ലോ അണ്ടർടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഡാർക്ക് സ്പോട്ടും പിഗ്മെന്റേഷനും ഡാർക്ക് സർക്കിളും ഒക്കെ ഹൈഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട് ഉണ്ട് എന്നുള്ളത് പോലും അറിയാത്ത രീതിക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇനി അടുത്തത് ഈ ഒരു ലോറിയലിന്റെ സിറാണ് കേട്ടോ. ഇത് ലോറിയലിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ സിറാണ്. ഇതിപ്പോ എന്റെ 2ാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഫസ്റ്റ് ബോട്ടിൽ ഇതാണ്, ഇതിപ്പോ എന്റെ 2ാമത്തെ ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 9 മാസത്തോളമായി. എനിക്ക് 9 മാസം യൂസ് ചെയ്യാൻ ഈ ഒരു ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ യൂസ് ചെയ്യാം. ഇത് ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പം ഞാനിത് റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഗ്ലാസിന്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴൊന്നും കൊണ്ടുനടക്കാൻ പറ്റൂല, പൊട്ടിപ്പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. എന്നാലും കുറച്ച് കട്ടിയുള്ള ബോട്ടിലൊക്കെയാണ്. പക്ഷേ ഗ്ലാസിന്റെ ബോട്ടിലായതുകൊണ്ട് അതൊരു ചെറിയൊരു നെഗറ്റീവാണ്. അല്ലാണ്ട് അടിപൊളി സിറാണ് കേട്ടോ. നമ്മൾ പ്രോഡക്റ്റ് നോക്കിയാൽ പോരെ. അടിപൊളി സിറം എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുന്നേ കുറേ സിറംസ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ എന്താ പറയുക, സ്ട്രീക്സിന്റെ ഒക്കെ കുറേ സിറം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സിറം യൂസ് ചെയ്യുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിറം യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് മാനേജബിൾ ആയിട്ടിരിക്കും. പക്ഷെ ആ ഒരു സിറം യൂസ് ചെയ്യുന്നത് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ മുടി ഭയങ്കര ഫ്രിസി ആയിട്ട് നമുക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് ചകിരി പോലെ കിടക്കും. എനിക്ക് അങ്ങനെ കുറേ സിറം യൂസ് ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു സിറം യൂസ് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ മുടി കൂടുതലായിട്ട് ഡാമേജ് ആവുന്ന പോലെ. പക്ഷെ ഈ ഒരു സിറത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് മാനേജബിൾ ആയിട്ടിരിക്കും. എന്നാൽ ഇത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് വലിയ ഡാമേജ് കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ അടിപൊളി ഒരു സിറാണ്. പിന്നെ ഇത് നമുക്ക് സിറായിട്ട് മാത്രമല്ല യൂസ് ചെയ്യാൻ പറ്റുക, ഇത് നമുക്കൊരു ഹീറ്റ് പ്രൊട്ടക്ടർ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ മുടിയൊക്കെ സ്റ്റൈൽ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്യൂലേ, അപ്പം നമുക്ക് ഹീറ്റ് പ്രൊട്ടക്ടർ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മളുടെ മുടിയിലത്തെ ചെടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. പിന്നെ ഷാമ്പൂ ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ, അതുപോലെ തന്നെ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി പെട്ടെന്ന് സ്പ്ലിറ്റ് എൻഡ് വരും.
അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആയിട്ട് തന്നെയല്ല യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഒന്ന് മാറ്റി വേറൊരു സിറം വാങ്ങിച്ച് നോക്കിയാലോ എന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്, നമ്മളുടെ മുടിയുടെ കാര്യമല്ലേ. അപ്പോൾ ഇതന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ ഈ കഴിഞ്ഞ ബോട്ടിൽസ് ഒക്കെ പെറുക്കി കൊണ്ടുവന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തെളിവിന്. പിന്നെ അടുത്തതാ ഈ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് സിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ഞാൻ ഒരുപാട് ഐബ്രോ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും പൊരിയല്ല കണ്ടോ. ഇതന്നെ ഞാനിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫില്ല് ചെയ്തിട്ടുള്ളത്. കണ്ടോ നല്ല നാച്ചുറൽ ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു 3ാമത്തെ തവണയാണ് കേട്ടോ റീപർച്ചേസ് ചെയ്യുന്നത്. അതും കുറഞ്ഞ റേറ്റേ വരുന്നുള്ളൂ, 85 രൂപയോ അങ്ങനെ എന്തേ ഉള്ളൂ വരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിന് വർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് അതായത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് കൊണ്ടുപോകാം. ഇതിൻ്റെ കൂടെ കണ്ട ഒരു സ്പൂളി കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു സ്പൂളി വെച്ചിട്ട് കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല നാച്ചുറൽ ലുക്കിന് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാറ്. അപ്പം നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. പിന്നെ നമ്മൾ ഐബ്രോ പ്രോഡക്റ്റുകളൊക്കെ ചൂസ് ചെയ്യുമ്പോൾ പിഗ്മെന്റേഷൻ കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കണം. അതായത് കൂടുതൽ പിഗ്മെന്റേഷൻ ഉള്ള പ്രോഡക്റ്റ് എടുത്താൽ ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പുരികം വരച്ചു കൊടുത്തിട്ടുള്ള അതുപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ പുരികം. അതുകൊണ്ട് പിഗ്മെന്റേഷൻ കുറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് എടുക്കണം. ഇത് കണ്ടോ ഭയങ്കര പിഗ്മെന്റേഷൻ കുറവാണ് കേട്ടോ. കണ്ടോ അതും ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് നല്ല നാച്ചുറൽ ഫിനിഷിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഐബ്രോ പ്രോഡക്റ്റുകൾ എടുക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ഡാർക്ക് ബ്രൗണോ അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡിലോ വരുന്ന ഐബ്രോ പ്രോഡക്റ്റ് എടുക്കുക. അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ കുറഞ്ഞിട്ടുള്ള ഐബ്രോ പ്രോഡക്റ്റ് എടുക്കുക. പിന്നെ ഇത് ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. നിങ്ങളിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് വാങ്ങിക്കാം. കാരണം ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള നമുക്ക് എഴുതി പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പെൻസിലാണ് കേട്ടോ. പിന്നെ കുറഞ്ഞ റേറ്റല്ലേ ഉള്ളൂ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. പിന്നുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. കളർ ബാറിൻ്റെ കാജൽ. ഇത് ഞാനിപ്പോൾ എത്ര എണ്ണം വാങ്ങിച്ചിട്ടുണ്ടാകും, ഒരു 5 എണ്ണമെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും കേട്ടോ. കാരണം എനിക്ക് ഏത് കാജൽ എഴുതിയാലും പെട്ടെന്ന് സ്മഡ്ജ് ആവും. കാരണം എൻ്റെ കണ്ണിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് ഓയിലി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏത് കാജൽ എഴുതിയാലും പെട്ടെന്ന് സ്മഡ്ജ് ആവും. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ അങ്ങനെ പെട്ടെന്ന് സ്മഡ്ജ് ആവുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിങ്ങുമാണ്. എനിക്കിപ്പോൾ യൂസ് ചെയ്തതിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു കളർ ബാറിൻ്റെ കാജലും അതുപോലെ തന്നെ ഫേസസ് കാനഡേൻ്റെ കാജൽ ഉണ്ടല്ലോ, ഒരു റെഡ് കളറിൽ വരുന്നത്, ആ കാജലും അടിപൊളിയാണ് കേട്ടോ. അതും അങ്ങനെ പെട്ടെന്ന് സ്മഡ്ജ് ആവുന്നില്ല. അതുപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിങ്ങുമാണ്. എനിക്ക് ഷുഗറിൻ്റെ കാജൽ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. അത് എഴുതുമ്പോഴത്തേക്ക് പെട്ടെന്ന് സ്മഡ്ജ് ആവും ചെയ്യും. അത് കുറച്ചൊരു ജെറ്റ് ബ്ലാക്ക് ആണ്. അപ്പോഴത്തേക്കും സ്മഡ്ജ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ണ് എന്താ പറയുക, കണ്ണ് കാണാനുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെ ഫുള്ള് കരി വരച്ച പോലെ ഉണ്ടാവും. അത് നമുക്ക് സ്മോക്കേഴ്സ് ഒക്കെ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. ഷുഗറിന്റെ കാജൽ വെച്ചിട്ട് നമുക്ക് സ്മോക്കേഴ്സ് ഒക്കെ അത് പെട്ടെന്ന് സെറ്റ് ആവുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്മഡ്ജ് ചെയ്തെടുക്കാനുള്ള ഒരു സമയം കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് സ്മോക്കേഴ്സ് ഒക്കെ ചെയ്യാൻ അടിപൊളിയാണ്. അല്ലാണ്ട് എനിക്കിങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോഴൊക്കെ എഴുതി പോവാൻ ഇതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കഴിഞ്ഞിട്ടില്ല, ഞാനിത് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. എന്തായാലും ഇത്രയും പ്രോഡക്റ്റ് വാങ്ങിക്കില്ല, അപ്പോൾ ഇതും കൂടി വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ്. പിന്നെ അടുത്തത് ഈ ഒരു റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്തിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇത് സോൾ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത് ആപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി എസൻഷ്യൽ ഓയിൽ ആണ് കേട്ടോ. ഇതും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മാറ്റി വാങ്ങിക്കുമ്പം ഇത് വാങ്ങിച്ച് നോക്കാം. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് വാങ്ങിച്ച് നോക്കിയതാണ്. അപ്പോൾ ഞാനും ഇങ്ങനെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ, അതുപോലെ തന്നെ നൈക്കയിൽ, പർപ്പിളിലൊക്കെ റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ റിവ്യൂസ് നല്ല നല്ല റിവ്യൂസ് ഒക്കെയാണ് കേട്ടോ. കുറേ പേര് യൂസ് ചെയ്തിട്ട് നല്ല നല്ല റിവ്യൂസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതൊരെണ്ണം വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചതാണ്. ഇത് കുറച്ചൊരു റേറ്റ് കൂടുതലാണ് കേട്ടോ. നമുക്ക് എഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കണമെങ്കിൽ ഇത് വാങ്ങിച്ചാൽ മതി ആപ്സ് ഗുഡ്നെസ്സിൻ്റെ. പിന്നെ റോസ്മേരി എസൻഷ്യൽ ഓയിലാണ്. അതിലിങ്ങനെ ഇൻഗ്രീഡിയൻസിലൊന്നും മാറ്റം വരാനൊന്നുമില്ല, എല്ലാം ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. കുറച്ചൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് കുറഞ്ഞ റേറ്റിൽ കിട്ടും. പിന്നെ ഇത് കുറച്ചൊരു റേറ്റ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതും വാങ്ങിക്കാം. ഞാൻ എന്തായാലും ഇത് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ അപ്പം പറയാം.
ഇനി അടുത്തത് എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ. ഇതാ, ഇത് കളർ ബാറിൻ്റെ മാറ്റ് മീ ആസ് ഐ ആം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിൻ്റെ പാക്കേജിങ് കണ്ടോ, അടിപൊളി പാക്കേജിങ് ആണ്. നമ്മൾ ഗോൾഡ് ഒക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഒരു പാക്കേജിങ് ആണ് കേട്ടോ. കണ്ടോ, നല്ലൊരു റോയൽ പാക്കേജിങ് ആണ്. എനിക്ക് ഈ ഒരു പാക്കേജിങ് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതിനെ ഇതാ ഈ ഒരു സംഭവം കണ്ടോ, ഇത് ഷാർപ്പനറാണ്. നമുക്കിതാ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷാർപ്പനറാണ് കേട്ടോ. അതും കണ്ടോ, കുറച്ചൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് പറയുകയാണെങ്കിൽ റെഡ് ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ക്രിസ്മസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ക്രിസ്മസിൻ്റെ ടൈമിൽ എനിക്ക് കിട്ടിയില്ല. പക്ഷെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതെന്തായാലും യൂസ് ചെയ്യായിരുന്നു കേട്ടോ. അത്രയും അടിപൊളി ഒരു റെഡ് ഷെയ്ഡാണ്. ഞാൻ അവളുടെ കയ്യിൽ നിന്ന് യൂസ് ചെയ്തപ്പം നമ്മുടെ ഫേസ് ഇങ്ങനെ ബ്രൈറ്റൻ ചെയ്ത് വെക്കുന്ന പോലത്തെ ഒരു റെഡ് ഷെയ്ഡാണ്. നമ്മുടെ ചുണ്ടിങ്ങനെ എടുത്ത് കാണിക്കും, നമ്മുടെ ഫേസും കുറച്ചൊരു ബ്രൈറ്റൻ ആയിട്ട് തോന്നിപ്പിക്കും. അങ്ങനത്തെ ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് കുറച്ചൊരു ഡാർക്ക് കളർ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ, ഇപ്പം എന്തെങ്കിലും ഒരു പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു റെഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ പൊളിക്കും. അത്രയും സൂപ്പർ ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഷെയ്ഡ് കാണിച്ചു തരാം. പിന്നെ ക്രീമി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഈ ബട്ടറൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിൽ തേക്കുന്ന പോലെ ഉണ്ട്. അത്രയും ക്രീമി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി ഒരു റെഡ് ഷെയ്ഡാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ യൂസ് ചെയ്തപ്പം അപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ അടുത്തതും കളർ ബാറിൻ്റെ തന്നെ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. പക്ഷേ ഇത് ഞാനൊരു പിങ്ക് ഷെയ്ഡാണ് എടുത്തത്. പിങ്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള പിങ്ക് ആണ് കേട്ടോ. പിക്ചറിൽ കാണുന്നത് ഇതായിട്ട് ഞാൻ പിക്ചർ കൊടുക്കാം. ആ ഒരു പിക്ചറിൽ കണ്ടോ, കുറച്ചൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ്. അപ്പം നമ്മളുടെ ഫേസിലേക്ക് അത് നന്നാവെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ബ്ലഷ് ക്രഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. പക്ഷേ ഇത് വന്നിട്ടുള്ളത്, ഞാൻ കയ്യിൽ കിട്ടിയ ഷെയ്ഡ് നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കണ്ടോ, നമ്മളുടെ റാണി പിങ്ക് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ. ഇത് ഇട്ടിട്ടും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, എനിക്ക് ചേരുന്നില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ എനിക്ക് ഇഷ്ടമായി. കണ്ടോ, നല്ല അടിപൊളി പാക്കേജിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റോയൽ പാക്കേജിങ്ങിലൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് കണ്ടാൽ എൻ്റെ അമ്മോ, ബ്രൈറ്റ് ആണ്. പക്ഷെ നമ്മളുടെ റാണി പിങ്ക് ആണ്. കണ്ടാ, അയ്യോ, നമ്മളുടെ സ്വർണം പൊതിയുന്ന കടലാസിൻ്റെ അത് ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഡാർക്കാണ്. പക്ഷെ ഇത് വല്ലാത്തൊരു പിങ്കായിപ്പോയി. ഇനി നമുക്ക് ഒന്നെങ്കിൽ കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ ഡാർക്ക് കളർ ലിപ് ലൈനറൊക്കെ കൊടുത്തിട്ടിടാം. ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന് കൊടുക്കാം. എനിക്ക് ഞാനിത് ഇങ്ങനെ തന്നെ ഇടൂല കേട്ടോ. ഭയങ്കരമായിട്ട് നമ്മളുടെ ചുണ്ടങ്ങോട്ട് എടുത്ത് കാണിക്കുന്ന പോലെ എനിക്കിത് മഴത്തുള്ളി കേൾക്കത്തിട്ട് കൊച്ചിനീപ്പൻ്റെ ചുണ്ട് പോലെ എനിക്ക് തോന്നുന്നത് ഞാനിത് ഇട്ടിട്ട്. അത്രയും ഇങ്ങോട്ട് എടുത്ത് കാണിക്കുന്നു. എനിക്ക് അത്ര ബ്രൈറ്റ് ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതാണ് അടുത്തത്. അതൊരു അബദ്ധം എനിക്ക് പറ്റി. പിന്നെ ഉള്ളത് ഇതാ, ഇത് ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണപ്പം, എൻ്റെ കയ്യിൽ നിന്നല്ല, എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണപ്പം ഇതിൻ്റെ ഈ ഒരു സംഭവം പൊട്ടിപ്പോയി. അപ്പോൾ അത് പൊട്ടിയപ്പോൾ ഞാനത് മാറ്റി വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ സിറം അതുപോലെ തന്നെ മോയ്സ്ചറൈസറൊക്കെ ഫേസിലിട്ടിട്ട് ഇത് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്കിങ്ങനെ ഫേസ് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മേക്കപ്പ് ഇട്ടതിൻ്റെ മുകളിലൊന്നും മസാജ് ചെയ്യണ്ട. മേക്കപ്പ് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിലേക്ക് പെനട്രേറ്റ് ആയിട്ട് നമുക്ക് പിമ്പിൾസ് വരും. അതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ ഒരു പിമ്പിൾസ് വന്നിട്ടുണ്ടോ ഇവിടെ. ഇപ്പോൾ പിമ്പിൾസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തോ ഞാൻ കഴിക്കുന്ന കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് വയ്യാണ്ടിരിക്കുകയാണ്, കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എന്തോ റിയാക്ഷൻ ആണ്, കുറച്ച് പിമ്പിൾസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയിട്ട് അമ്മയും മോനും ഭയങ്കര കമ്പനി ആയിരിക്കും. പക്ഷെ അമ്മയുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് പൊട്ടിക്കുമ്പോഴും അതൊക്കെ നശിപ്പിക്കുമ്പോഴേക്കും അമ്മയും മോനും തമ്മിൽ തെറ്റാന്ന്. അതന്നെയാട്ടോ ഉണ്ടാവാൻ പോകുന്നത്. ഇപ്പം തന്നെ എൻ്റെ ഒരുവിധം മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ എടുത്ത് നശിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അവന് കിട്ടാത്ത സ്ഥലത്തൊക്കെ കയറ്റി വെക്കണം, കുറച്ചും കൂടെ വലുതായാൽ എൻ്റെ അമ്മ. പിന്നെ അടുത്തത് ഇതാ ഈ ഒരു ഷാമ്പു ആണ് കേട്ടോ. ഞാനിപ്പോൾ ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ട് എന്ത് വീഡിയോസ് ഇട്ടാലും, ഇപ്പം ഞാൻ റോസ്മേരിയുടെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊക്കെ താഴെ വരുന്ന ഒരു കമൻറ്റാണ്, ഞാൻ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത് ചേച്ചി, ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്, ഏത് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നതെന്നൊന്ന് പറയുമെന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഇന്നൊരു ബ്രാൻഡിൻ്റെ ഷാമ്പു ഞാൻ യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ഷാമ്പു മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ, അങ്ങനെയൊന്നും കേട്ടോ. ഞാൻ എനിക്ക് കയ്യിൽ കിട്ടുന്ന ഏത് ഷാമ്പുവും യൂസ് ചെയ്യും. 1 രൂപയുടെ ക്ലിനിക് പ്ലസ് ഒക്കെ അല്ലേ, അതുവരെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെ ഒരു തോട്ട് വെച്ചിട്ട് നമ്മളുടെ മുടിയിലുള്ള പൊടിയും അഴുക്കും ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാമ്പു യൂസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ ഒരു
ഷാമ്പൂ യൂസ് ചെയ്തതുകൊണ്ട് നമ്മളുടെ മുടി കൊഴിച്ചിൽ കൺട്രോൾ ആവും, മുടി വളരും, അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ ഷാമ്പൂ സെലക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് നമ്മളുടെ ഹെയറിനെ ഫ്രിസി ആക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ചില ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കാൽപ്പിലും ഹെയറിലുള്ള ഓയിൽസിനെ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് റിമൂവ് ആക്കും. അങ്ങനെ നമ്മളുടെ സ്കാൽപ്പും ഭയങ്കര ഡ്രൈ ആവും, ഹെയറും ഭയങ്കര ഫ്രിസി ആയിട്ട് ചകിരി പോലെയാവും. അങ്ങനെയുള്ള ഷാമ്പൂസ് ഞാൻ പിന്നെ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. ട്രസ്മേഡ് ടൈം ഷാമ്പൂ ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെ മുടി ഭയങ്കര ഫ്രിസി ആവുന്ന പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ അത് പിന്നെ യൂസ് ചെയ്തിട്ടില്ല. എപ്പോഴും നമ്മൾ ഷാമ്പൂ സെലക്ട് ചെയ്യുമ്പോൾ അത് ഹെയറിനെ മൈൽഡ് ആയിട്ട് ക്ലെൻസ് ചെയ്യുന്ന രീതിക്കുള്ള ഷാമ്പൂസ് സെലക്ട് ചെയ്യുക കേട്ടോ. അതായത് എപ്പോഴും ഹെയറിനെയും സ്കാൽപ്പിനെയും കുറച്ച് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കുന്ന, കുറച്ച് മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കുന്ന, മൈൽഡ് ആയിട്ട് ക്ലെൻസ് ചെയ്യുന്ന രീതിക്കുള്ള ഷാമ്പൂസ് സെലക്ട് ചെയ്യുക. ഇപ്പം ഇത് ഞാൻ പൊട്ടിച്ചതാണ് കേട്ടോ, കണ്ടോ. ഇത് ഞാൻ പൊട്ടിച്ച് 3 തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 തവണ യൂസ് ചെയ്തപ്പോൾ യൂസ് ചെയ്യാണ്ടപ്പോൾ നിങ്ങളോട് വന്നിട്ട് റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതങ്ങനെ ഭയങ്കര മുടീനെ ഫ്രിസി ആക്കുന്നോ അല്ലെങ്കിൽ ഭയങ്കര മുടീനെ അങ്ങനെ ചകിരി പോലെ ആക്കുന്നോ ഒന്നുമില്ല. മൈൽഡ് ആയിട്ട് മാത്രമാണ് ഹെയറിനെ ക്ലെൻസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആമസോണിലും കുറേ സൈറ്റിൽ ഞാൻ ഇതിൻ്റെ റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ കുറേ വീഡിയോസിലും കുറേ പേര് പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നല്ല ഷാമ്പൂ ആണെന്ന്. അപ്പോൾ എനിക്കും യൂസ് ചെയ്തപ്പോൾ പേഴ്സണലി ഇത് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പക്ഷേ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഓയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതൊരു 4-5 തവണ യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മളിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താലേ നമുക്ക് നന്നായിട്ട് നമ്മളുടെ തലയിൽ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവുള്ളൂ. അല്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഡെയിലി ബേസിസിൽ ഷാമ്പൂ യൂസ് ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ കുറച്ച് ഓയിലൊക്കെ വെച്ചിട്ട് അത് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാമ്പൂ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു ഷാമ്പൂ ആണ് കേട്ടോ. കണ്ടീഷണർ ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിപ്പം ഡോവിൻ്റെ കണ്ടീഷണറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ കണ്ടീഷണർ ഉണ്ട്, അതൊന്ന് വാങ്ങിച്ച് നോക്കണം. അപ്പോൾ എന്തായാലും വാങ്ങിച്ച് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത പ്രോഡക്റ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതലും ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.